മഹാനരായ സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ അവര് പ്രത്യേകമായി മശായിഖിന്റെ അനുഗ്രഹം കിട്ടിയ ആളാ. ഒരു കാലഘട്ടത്തിലെ രണ്ട് മഹാമനീഷികൾ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ ഉപ്പാപ്പ, അതുപോലെ തന്നെ ശൈഖുൽ മശായിഖായ ഖുതുബുൽ ആലമായ ശൈഖ് മടവൂര് ഖദ്ദസല്ലാഹു സിർറ, ഈ രണ്ട് മഹത്തുക്കളെല്ലാം കൊടുത്തു എന്ന് മാത്രമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന മശായിഖ് എല്ലാം അവരുടെ ഉന്നതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മശായിഖാരുടെ ഉന്നതി പറയേണ്ടത്. ഇപ്പൊ ശംസുൽ ഉലമന്റെ, ഞാൻ തുടക്കം മുതൽ ഇന്ന് വരെ പറഞ്ഞ ശംസുൽ ഉലമന്റെ വഴിയല്ലേ, ആ വഴി ഞങ്ങൾ ഇത്ര കർശനമായി പറയാനുള്ള കാരണം എന്താ? മഹാനരായ ശംസുൽ ഉലമയുടെ മഹത്വം പഠിപ്പിക്കുന്നതും പറയുന്നതും ആരാ? മശായിഖുമാരാണ് എന്നതാണ്. അതാ അതിന്റെ അടിത്തറ. അപ്പൊ മഹാനരായ യഹിയൽ ബുഖാരി തങ്ങൾക്ക് ആ തങ്ങളുടെ മഹത്വം നമുക്ക് പഠിപ്പിക്കുന്നത് മശായിഖുമാരാണ്. അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ ഷാദുലി ഹൽക്ക, ഇന്ന് കേരളത്തിൽ ഷാദുലി ഹൽക്ക നടത്താൻ അധികാരമുള്ള ആളാരാ? അത് മഹാനരായ സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളാ. അവരെ പിതാവ് മഹാനരായ കോയമ്മത്തങ്ങൾ റളിയല്ലാഹു അൻഹു, അവരിൽ നിന്ന് നേരെ കിട്ടിയതാണ്. ആർക്ക്? വടകരോർക്ക്. വടകരോർ നേരെ ഏൽപ്പിച്ചതാണ് അവരെ. കുരുവട്ടൂരിലും അൽഹംദുലില്ലാ തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ വലിയ മജ്ലിസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷാദുലി റാത്തീബ്, കോയമ്മത്തങ്ങൾക്ക് അത് കിട്ടിയത് അബ്ദുൽ ഖാദിർ മൗലാന എന്ന് പറയുന്ന മാഹിയിലെ മഹാന്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ ഇവരിൽ നിന്നാണ് ഇന്നിപ്പോ മറ്റു ഷാദുലി നടത്തുന്നവരൊക്കെ ഇത് നടത്തിക്കൊണ്ടുള്ളത്. അല്ലാതെ ഷാദുലി റാത്തീബ് ഏതാന്ന് ഇപ്പൊ ഈ പറഞ്ഞ ആളുകൾക്കുള്ളത്? നിങ്ങൾക്ക് അതിന്റെ കാലം കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞു. റാത്തീബിന്റെ കാലം കഴിഞ്ഞു, എല്ലാറ്റിന്റെയും കാലം കഴിഞ്ഞു, പല കാലം തന്നെ കഴിഞ്ഞു പോയി. ഷാദുലി റാത്തീബിൽ ആടുന്ന് തണുപ്പ് പോകാനാണ് ബിസിനസ്മാൻ പറഞ്ഞത്. തണുപ്പുള്ള രാജ്യത്ത് ആട്ടുണ്ടാക്കിയതാണ് ഓന്, പിന്നെ അതെല്ലാം അറിയുള്ളൂ. ഈ രൂപത്തിൽ മശായിഖിന്റെ വഴിയെ തള്ളിയപ്പോ അതിവിടെ സ്ഥിരപ്പെടുത്തുകയാണ് സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ. മശായിഖിന്റെ ഹലറത്തിനെ കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കി. ഇപ്പൊ ഒന്ന് വിവാദമായിട്ട് വന്ന എന്താ? നിങ്ങളെങ്ങോട്ട് ഒലിച്ചു പോവാണ്, അതാ CH മുസ്തഫ മൗലവി വന്നിരിക്കുന്നു. നിങ്ങളാരും ഞങ്ങളെ ശരീഅത്ത് പഠിപ്പിക്കണ്ട, നിങ്ങളാരും ഞങ്ങൾക്ക് നിയമവും പഠിപ്പിക്കണ്ട. ഞങ്ങൾക്ക് നിയമം പഠിപ്പിക്കാൻ ഞങ്ങളുടെ മശായിഖുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ സമസ്തന്റെ പ്രമേയം അനുസരിച്ചല്ലല്ലോ ഞങ്ങളടുത്തും. നിങ്ങളെന്തോ ഒരു പ്രമേയം ഉണ്ടാക്കിയിട്ട് അതിൽ നടക്കുന്നവരാ ഞങ്ങള്. മശായിഖിന്റെ ഹദറത്തിനെ കുറിച്ച് ആദ്യം പഠിക്ക്. മശായിഖിന്റെ ഹദറത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലം. പ്രത്യേകിച്ച് സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ. നമ്മൾ അവിടെ ഇന്നലെ ഷാദുലിക്ക് വന്നതാ. ഷാദുലിക്ക് അവിടെ വരുന്നു, അവിടുത്തെ മജ്ലിസിൽ വരുന്നു, എല്ലാരും വരും. ഹൈന്ദവ മതക്കാരി വരും, ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവർ വരും, പലരും വരും. തങ്ങളെ വിശ്വാസമുള്ളവരൊക്കെ വരും. തങ്ങളെ വിശ്വാസമുള്ളവര് വന്ന് തൗബ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഏത്? സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളുടെ സ്ഥലം. മനസ്സിലായില്ല? തങ്ങളോട് ഒരാൾ വിളിച്ചു ചോദിക്കുകയാണോ? തങ്ങളോട് നേരിട്ട് ചോദിക്കൂല, തങ്ങൾ അടുപ്പുള്ള ഒരാളോട്. എനിക്ക് തങ്ങൾ അവറുകളെ ഒന്ന് കാണണം. സയ്യിദ് യഹിയൽ ബുഖാരി ആത്മീയമായി ഇന്ന് കേരളത്തിൽ നേതൃത്വം നൽകുന്ന വലിയൊരു സയ്യിദാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സയ്യിദ് അവറുകളെ ഒന്ന് കാണണം, അവരെ കൈയൊന്ന് പിടിക്കണം എന്ന് ഒരാൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അത് നിരാകരിക്കുന്ന ആളല്ല ആര്? ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. നിങ്ങൾക്കും പരീക്ഷിച്ചോക്കാം. അപ്പൊ സാക്ഷാൽ പേരോട് തന്നെ എടുക്കുക. പേരോടാളപ്പോ ഇയാളെക്കാട്ടും പേച്ചോയ ആള്, തർക്കമൊന്നുമില്ല. മുസ്തഫ ആയാലും ഒക്കെ മൂപ്പര് ഇന്നലെ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടില്ലേ? അടിസ്ഥാനം മശായിഖാണ്. മശായിഖ് പറഞ്ഞിടത്ത് നിൽക്കണം. അത് ഉസ്താദുമാരല്ല, നമുക്കൊരു ആത്മീയ ഗുരു വേണം. ഇതല്ലേ നിലപാടെ പ്രസംഗിച്ചേ. ഈ വാദത്തിൽ പോലും എത്തിയിട്ടില്ല പേരോടും ഹക്കീമൊന്നും. അപ്പൊ ഞങ്ങളാ ഒരു തെളിവും കൂടിയായി. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇന്നത്തെ ചരിത്രത്തിൽ ഏറ്റവും പേച്ചവരാണ് നിങ്ങൾ എന്നുള്ളതാണ്. അതിന്റെ ഒരു സാക്ഷ്യപത്രമാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ. മശായിഖിന്റെ ഹദറത്ത് എന്ന് പറഞ്ഞാൽ അവരെ കൈപിടിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വരാനുള്ള സ്ഥലമാണ്. പക്ഷെ എങ്ങനെ വരണം? അവരെ അംഗീകരിച്ചു കൊണ്ടുവരണം. പേരോട് പറയാണ്, എനിക്ക് സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളെ കാണണം.
നമ്മുടെ ആത്മീയ നേതാവായി ഞാൻ കാണുന്നു അവറുകളെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? വന്നോളൂ എന്നാ പറയാ. ഇത് പറയണം, ആത്മീയ നേതാവായി അംഗീകരിച്ചു വരണം. ആത്മീയ നേതാവായി അംഗീകരിച്ചാൽ പിന്നെ തങ്ങൾ പറയുന്നതാണോ ഓല് കേൾക്കണ്ടേ? അങ്ങനെ ഒരാൾ അംഗീകരിച്ച് വരാൻ നിന്നാൽ എന്തിന് പേരോടിനെടുക്കണ്? പേരോടിന്റെ മൂത്താപ്പായ ഇബിലീസിന് വരെ നന്നാകാന്നല്ലേ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടെ. നമ്മളെ വിഷയം തന്നെ ഇപ്പൊ അതല്ലേ, ആർക്കും നന്നാകാൻ. ഇപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ദിവസവും തെറി പറയുന്ന ആളാണ് ദിഹിയത്തുൽ കൽബി. എന്നും തെറിയ മൂപ്പര് പറയലുള്ളൂ. ഒരിക്കൽ മൂപ്പർക്ക് തോന്നി മദീനത്തൊന്ന് പോളം, പരീക്ഷിക്കാനാ വരുന്നത്, ഇന്നലെ വന്ന പോലെയും കൂടിയല്ല. അപ്പൊ ദിഹിയത്തുൽ കൽബിനെ സ്വീകരിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ പേരോട് വരാറിനാ ഞങ്ങൾ എന്താ ചെയ്യാ? ഇന്നലെ ഒരുപാട് ഏപ്പിക്കാർ ഇന്നലെ ഉണ്ട് അവിടെ. അപ്പൊ വന്നോന്നറിയും, അംഗീകരിച്ചുകൊണ്ട് വരണം. അംഗീകരിച്ചുകൊണ്ട് വന്നാൽ തങ്ങൾ കാണും, സ്വീകരിക്കും, ഒറ്റക്ക് സംസാരിക്കും. അപ്പോ പറഞ്ഞു കൊടുക്കും, മോനെ ഒരുപാട് പേച്ച വാദം എനിക്ക് ഉണ്ട് കേട്ടോ, നേരെ മുതലുള്ള വാദം എണ്ണിക്കൊടുക്കും. ഇതൊക്കെ തിരുത്താൻ തയ്യാറായാലേ നിന്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അയാൾ നമ്മൾ മജ്‌ലിസിലിരുത്തും, സ്വാഭാവികം. തൗബ ചെയ്യാനുള്ള സ്ഥലല്ലേ എന്ന് മശായിഖിന്റെ ഹദറത്ത്. അപ്പോ സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങളെ ആത്മീയ നേതാവായി അംഗീകരിച്ചുകൊണ്ട് വരാൻ വേണ്ടി സമ്മതം ചോദിക്കുന്നു, സമ്മതം കൊടുക്കുന്നു. അത് തന്നെ തങ്ങളെ മുമ്പിൽ വന്ന് അദ്ദേഹം അംഗീകരിച്ചു കൊടുക്കുന്നു. തങ്ങൾ അവിടെ കൃത്യമായി മജ്‌ലിസിന് മുമ്പിൽ ഇരുന്നപ്പോ, മജ്‌ലിസ് നടക്കുന്നതിന് മുമ്പ് തങ്ങൾ ഇരുന്നല്ലോ, കൃത്യമായി ഓരോ ഹദീസുകൾ എടുത്തുകൊണ്ട് തന്നെ പഠിപ്പിക്കുകയാണ്. ഞാനുണ്ട്, ഷെയ്ഖുൻ, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഈ ഹദീസിൽ വിശ്വസിക്കണം കേട്ടോ, ഇത് വിശ്വസിക്കാത്തവൻ കാഫിറാണ്. നിങ്ങൾ അയാൾക്ക് പറയണ കുറ്റുണ്ടല്ലോ, അതൊക്കെ കൃത്യമായി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അത് കാണിക്കണം എന്നുമായി തങ്ങൾ. എങ്ങനെ കാണിക്കല്? ഷാദുലി റാത്തീബിന്റെ മജ്‌ലിസിലിരിക്കണം. നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിന്റെ ആൾക്കാർ വന്നപ്പോ എന്താ ഇത്? അവിടെ ഒരു ഷാദുലി നടത്താൻ കഴിഞ്ഞു. ഷാദുലി ഇങ്ങക്ക് തന്നെ നടത്താൻ കഴിയണില്ല, എന്നിട്ടല്ലേ ഓലക്കൂട്ടി നടത്തല്. അപ്പൊ തങ്ങളെ അംഗീകരിച്ചുകൊണ്ടൊരാൾ വരുന്നു, ആ ആള് ഷാദുലി റാത്തീബിൽ പങ്കെടുക്കുന്നു. ഇനി മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഇരുന്നിട്ട് ചർച്ച ചെയ്ത് വേണ്ട രൂപത്തിൽ ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ ഒരാള് വരുമ്പോ ആ ആളെ നമ്മൾ പരിഗണിച്ചിരുത്തും, തീർച്ചയാണ്. പ്രത്യേകിച്ച് മടവൂർ കോട്ട പോലെയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ വന്നു. ഇനി അവരെന്താ ചെയ്യുന്നത് അത് നമ്മൾ നോക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വഴിയേ വിടുള്ളൂ, അത് കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളുടെ റൂട്ട് ശംസുൽ ഉലമയുടെ റൂട്ട്, ശംസുൽ ഉലമയുടെ വഴി. ശംസുൽ ഉലമ എന്തെല്ലാം കാര്യങ്ങൾ അംഗീകരിച്ചുവോ അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ശംസുൽ ഉലമ എന്തെല്ലാം കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു അത് ഞങ്ങൾ തള്ളിക്കളയുന്നു. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അപ്പൊ അതിനപ്പുറം ഒരു വാദം മുസ്തഫ മൗലവിക്കുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. അങ്ങനെയുള്ള പേരോടിന്റെ വാദം മുതൽ ഇങ്ങനെയുള്ള ഒരു സംഭവമായും സാവിയത്ത് സൂഫിയക്ക് ഒരു ബന്ധവുമില്ല. ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ശംസുൽ ഉലമയുടെ വഴിയാണ് നമ്മുടെ വഴി എന്ന് പറയുന്നു. ആ വഴിക്കപ്പുറമുള്ള ഒന്നും ഇങ്ങോട്ട് പറഞ്ഞു വരേ വേണ്ട, അതൊക്കെ അവിടെ ഓഫീസിൽ വെച്ചാൽ മതി. മശായിഖിന്റെ ഹദറത്തിലേക്ക് തങ്ങൾ അവരെ അംഗീകരിച്ചുകൊണ്ട് ഒരാൾ കടന്നു വരുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് തങ്ങൾ അവരുകളെ ആത്മീയ നേതാവായി കാണുന്നു എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അയാൾ എന്നെ പറയുകയും ചെയ്യുന്നു എന്ത്? മശായിഖ് പറഞ്ഞിടത്താണ് നിൽക്കേണ്ടത്. അപ്പൊ അദ്ദേഹം പൂർണ്ണമായും സയ്യിദ് അവറുകളുടെ വഴിയിലേക്ക് മാറി എന്ന രൂപം വരുമ്പോഴാണ് നമ്മൾ അവരെ പരിഗണിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ആ രൂപത്തിലല്ല നീങ്ങുന്നതെങ്കിൽ ഞങ്ങൾ തന്നെ അതിന് പരിഹാരവും കാണും. നിങ്ങൾക്കെന്താ അവിടെ കാര്യം? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്ത് കാര്യം? ഇത് മശായിഖിന്റെ ഹദറത്തല്ലേ. അവരെ അംഗീകരിച്ചുകൊണ്ട് വരുന്നവർക്ക്, ഞാൻ അംഗീകരിക്കാതെ ഒരാൾ വന്നാലും ഓല് സ്വീകരിക്കുന്നവരാണ് അവർ. ഓല നോക്കൊന്നുമില്ല, ഒരു നിയ്യത്ത് തീരെ നോക്കൂല. ഓൻ വരുമ്പോഴുള്ള ബാഹ്യമായ രൂപല്ലേ നോക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങക്കും വേണി പരീക്ഷിച്ചോളൂ, നിങ്ങളെ നെയ്യത്തൊന്നും തങ്ങൾ നോക്കൂല. എനിക്ക് അവിടെ നിന്ന് വരണം, നിങ്ങളൊന്ന് കൈപിടിക്കണം എന്ന് പറഞ്ഞാൽ വന്നോളൂ എന്നാ പറയുള്ളൂ. അതവരുടെ നല്ല മനസ്സാണ്. ഞങ്ങളും അവിടെ പോകുന്നതാണ്. നിലപാട് ശംസുൽ ഉലമയുടെ നിലപാടാണ്.
ഒരു തർക്കവുമില്ല. നിങ്ങളെ പ്രമേയം അനുസരിച്ച് പോകുന്നവരുമല്ല ഞങ്ങള്. അപ്പൊ അതുകൊണ്ട് അയ്യാദി എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാൻ വരണ്ട. മശായിഖന്മാരെ ഹദ്റത്തിൽ നന്നാകാൻ വേണ്ടി വരാം, തിരുത്താൻ വേണ്ടി വരാം, അവരെ കൈപിടിക്കാം. അവരെ കൈപിടിച്ച് അങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ ഇസ്തിഖാമത്ത് വേണം, തൗഫീഖ് വേണം. അതുള്ളവര് രക്ഷപ്പെട്ടു. സാക്ഷാൽ ഇബ്ലീസ് അല്ലേ മൂസാ നബിന്റെ അടുത്ത് വന്ന് നന്നാകണം എന്ന് പറഞ്ഞ് തൗബ ചെയ്തോ എന്നാ പറഞ്ഞ്. അത് തന്നെയാണ് സയ്യിദ് അവറുകൾ നിങ്ങൾ വന്നാൽ നിങ്ങളോട് പറയാം. നിങ്ങളങ്ങനല്ല, തബ്ലീഗാരനായിട്ട് വന്ന് നിങ്ങളെ പൂമാലയിടാണ്. അത് പറ്റൂല, നിങ്ങളെന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾ ചോദ്യം ചെയ്യാണ്. അത് രണ്ട് ഏടക്കെടുക്കണത് അജവും ഗജവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ അയ്യാദി ഒന്നും പേടിപ്പിച്ച് വിവാദം ഉണ്ടാക്കണ്ട. അപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ്, വേണ്ടി വന്നാൽ നന്നാക്കും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ വേണ്ടി വന്ന നിങ്ങളെ തന്നെ ഒന്ന് നന്നാക്കാനാണ് ഞങ്ങളെ തീരുമാനം. അപ്പൊ അതുകൊണ്ട് വെറുതെ അത്തരം കാര്യങ്ങളിലൊന്നും കുട്ടികൾ ഇടപെടണ്ട. അതൊക്കെ മുതിർന്നവർ ചെയ്യുന്ന പരിപാടിയാണ്. മശായിഖിന്റെ ഹദ്റത്തിൽ പലരും വരും. അത് വെച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് നിൽക്കണ്ട, കാരണം നിങ്ങൾക്ക് കഴിയൂല. അതുകൊണ്ട് നമ്മൾ മശായിഖിന്റെ വഴിയിൽ അടിയുറച്ചു നിൽക്കുക, ശംസുൽ ഉലമയുടെ പാതയിൽ. ആ പാതയാണ് നമ്മുടെ പാത.